ദുരിതമെന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ കാണൂ, മലപ്പുറം KSRTC ഡിപ്പോയുടെ ദുരിതത്തിനുള്ള പരിഹാരം എന്ന നിലയിൽ ഒരു കെട്ടിടം നിർമ്മിച്ചു തുടങ്ങി. KSRTC ഡിപ്പോ ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ്. 8 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും പണി എങ്ങും എത്തിയില്ല. കാണാം അനാസ്ഥയുടെ നേർചിത്രം. മലപ്പുറത്ത് KSRTC ഡിപ്പോ ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നത് ഒരു സ്വപ്നമാണ്. നിർമ്മാണം തുടങ്ങി 8 വർഷമായിട്ടും പൂർത്തിയാകാത്ത ഒരു അപൂർവ സ്വപ്നം. ആ സ്വപ്നമാണ് ഒരു പ്രേതാലയം കണക്കെ ഈ നിൽക്കുന്നത്. ഇപ്പോൾ കേട്ടാൽ നാട്ടുകാർ ചിരിക്കുമെങ്കിലും മലപ്പുറത്തിന് ഇത് സ്വപ്ന പദ്ധതി മാത്രമല്ല, ഒരു അടിസ്ഥാന വികസനമാണ്. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ്, അത് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം അത്ര ഉണ്ട് എന്ന് സഭയും ബഹുമാനപ്പെട്ട മന്ത്രിയും മനസ്സിലാക്കണം. 2016 തറക്കല്ലിട്ടത്. സാമ്പത്തിക പരാധീനത പറഞ്ഞ് പ്രവർത്തികൾ പലതവണ മുടക്കി. പിന്നീട് ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും അതും കടലാസിലൊതുങ്ങി. ഈ ബജറ്റിൽ 5 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിനു വേണ്ടി പ്രഖ്യാപിച്ചു. നന്ദി പറയാൻ സർ. ആ 5 കോടി രൂപയുടെ ചെലവഴിച്ച് നമുക്ക് പണി പൂർത്തീകരിക്കാനുള്ള എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി എന്നേക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് സർ എന്ന ചോദ്യം. പല കരാറുകാർ പണിതിട്ടും പണി തീരാത്ത പദ്ധതി എന്ന പേര് ദോഷവുമുണ്ട് ഈ ടെർമിനൽ കോംപ്ലക്സിന്. പക്ഷേ ഈ പദ്ധതി ചിത്രത്തിൽ പോലുമില്ലാത്ത വിധത്തിലാണ് സർക്കാരിന്റെ പെരുമാറ്റം. ഈ വിഷയം വളരെ തവണ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. എനിക്കിപ്പം ബഹുമാനായ അംഗം വൈദ്യുതികളെ കാണുമ്പോൾ തന്നെ ഞാൻ ഓടിക്കളയും. കാരണം ഇത് ശരിയാക്കാതെ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ ടെർമിനലിനെ കുറിച്ച് പല മന്ത്രിമാരും പല ഇടപെടലുകളും പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും മലപ്പുറത്ത് എത്തിയിട്ടില്ല. പുതുതായി അടുത്ത പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ബിൽഡിങ്സിൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ എടുത്ത കോൺട്രാക്ടർ തന്നെ പണിയുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ, ബില്ല് എഴുതുന്നതെല്ലാം PWD ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AXE ആയിരിക്കും. PWDയെ കൊണ്ട് തന്നെ ഡിസൈൻ വരച്ച് നമ്മളത് പൂർത്തിയാക്കി തരും. ഏതായാലും സന്ദർശിക്കാൻ ഞാൻ വരില്ല, ഉദ്ഘാടനത്തിന് വരാം എന്ന് മാത്രം പറയുന്നത്. ഡേറ്റ് ഞാൻ പറയുന്നത്. കേട്ടു തയമ്പിച്ച മനുഷ്യർക്ക് മുന്നിലാണ് പുതിയ പ്രഖ്യാപനവും. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തീരെ ദുരിതമാണെങ്കിലും ഓരോ പ്രഖ്യാപനങ്ങൾക്ക് മുന്നിലും പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയല്ലാതെ മലപ്പുറത്തെ മനുഷ്യർ മറ്റെന്ത് ചെയ്യാനാണ്? വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എന്ന റിപ്പോർട്ടർ മലപ്പുറം. അവഗണനയും അനാസ്ഥയ്ക്കും വേണ്ടിയുള്ള മത്സരയോട്ടത്തിലാണ് മലപ്പുറം KSRTC സ്റ്റാൻഡും. നമുക്കൊപ്പം അഷ്കർ ചേരുന്നുണ്ട് മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നിന്ന്. അഷ്കർ, ഒരു പ്രേക്ഷകൻ പറയുന്നത് ഈ MLA-മാരും മന്ത്രിമാരും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും നാളെ മുതൽ KSRTC ബസ്സിൽ സഞ്ചരിച്ച് ഈ ഡിപ്പോയിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഏമാന്മാർക്കൊന്നും ഈ KSRTC ബസ്സിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ 8 വർഷമായിട്ടും ഒരു ഷോപ്പിംഗ് കം ഡിപ്പോ കോംപ്ലക്സ് ഇങ്ങനെ പണിതീരാതെ കിടക്കുന്നു. ടോയ്ലറ്റുകൾ അടച്ചുപൂട്ടി കിടക്കുന്നു. ഇപ്പോൾ അഷ്കർ നിൽക്കുന്ന സ്ഥലമടക്കം ചളിക്കുളമായി കിടക്കുന്നൊരവസ്ഥയുണ്ടാവുന്നു. മലപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? അരുൺ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഡിപ്പോയുടെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കിവിടെ കയറി ഈ KSRTC മലപ്പുറം ഡിപ്പോയിൽ എത്തിയാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഈ കുണ്ടും ചളിയും നിറഞ്ഞിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ ആടാണ്. ഈ ആടാണ് നമുക്ക് ഈ KSRTC ഡിപ്പോയിലേക്ക്, അഥവാ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ, ഒരു ജില്ലാ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ഡിപ്പോയുടെ അവസ്ഥയാണ് പറയുന്നത്. ഈ കുണ്ടും കുഴിയും താണ്ടിയിട്ടാണ് ഓരോ KSRTC ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരെ നടുപൊടിക്കുന്ന ഈ കുണ്ടും കുഴി താണ്ടി മറുവശത്തേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണുന്ന കെട്ടിടം എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ളായിരുന്നു ഒരു മാറ്റവും ഒരു പുരോഗമനവും ഇല്ലാത്തൊരു ബസ് ഡിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അതും എൻ്റെ 1ാം നമ്പർ സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ബസ് ഡിപ്പോയാണ് മലപ്പുറത്തേത്. കാരണം ഒരു വികസനം എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിനേക്കാൾ ദയനീയമാണ് അവസ്ഥ. ഒരു കൃത്യമായൊരു ശൗചാലയം പോലും ഇല്ലാത്തതിനാലാണ് വളരെയധികം ദയനീയമായ സ്ഥിതി അനുഭവിക്കുന്നുള്ളത്. ഇവർക്ക് പ്രത്യേകിച്ച് ഇരിക്കാനുള്ള കസേരയും ഇരിപ്പിടങ്ങളൊന്നുമില്ല. പഴയ കെട്ടിടത്തിൽ ആ തിണ്ട് മാത്രമാണ് ഇപ്പോഴും യാത്രക്കാർക്കുള്ള ഏക ആശ്രയം. അത് യാത്രക്കാർ പോകുമ്പോൾ പലപ്പോഴും അത് തെരുവ് നായ്ക്കളൊക്കെ ആ സ്ഥലം കീഴടക്കാൻ
യാത്രക്കാരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തു. എന്തായാലും ഇനി ഇവിടുത്തെ ശുചിമുറി കൂടി ഞാൻ കാണിച്ചു തരാം. ഈ KSRTC ഡിപ്പോയുടെ സൈഡിലായി തന്നെ ഈ പിറക് വശത്തൊരു ശുചിമുറിയുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള യാത്രക്കാർക്ക് പോലും ഇങ്ങോട്ട് വരാറില്ല എന്നുള്ള കാരണം അത്ര സുഖകരമായൊരു മണമല്ല ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകും. ഈ രീതിയിൽ ടയർ ഷീറ്റ് വെച്ചുകൊണ്ട് കൊട്ടി അടച്ച് ഒരു ബാത്റൂം പൂട്ടി കാട് കയറി കിടക്കുന്ന വർഷങ്ങളായി തന്നെ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഉപയോഗശൂന്യമായ ഇതാണ് ഈ ബാത്റൂമാണ് ഇവിടെ യാത്രക്കാർക്ക് വേണ്ടി KSRTC ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ദയനീയാവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മലപ്പുറത്ത് ഇറങ്ങി 2-3 മിനിറ്റിനുള്ളിൽ അയാൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റി തിരിച്ചു വരണമെങ്കിൽ ഈ ടോയ്ലറ്റിലേക്ക് വരണം. ഈ ടോയ്ലറ്റ് ഇങ്ങനെ ഇരുന്നാൽ അയാൾ ഇവിടെ പോകും. അരുൺ, ഇതിന് ഇവിടെ പകരം ഒരു സംവിധാനം KSRTC കണ്ടിരിക്കുന്നത് അതിനേക്കാൾ രസകരമാണ്. കാരണം ഇവിടെ ജീവനക്കാർക്ക് വേണ്ടി ഒരു ശൗചാലയം പണിതിട്ടുണ്ട്. അത് ഈ നിൽക്കുന്ന നമ്മുടെ KSRTC കോമ്പൗണ്ടിൻ്റെ അങ്ങേ തലക്കിലാണ്. നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. നിലവിൽ പണി നടക്കുന്ന ടെർമിനൽ കോംപ്ലക്സിൻ്റെയും കാരേജിൻ്റെയും അപ്പുറത്തായുള്ള ഒരു ശൗചാലയമുണ്ട്. പക്ഷേ അവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ഈ വന്ന ബസ്, യാത്രക്കാരുമായി വന്ന ബസ്, ആ ബസ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 2-3 മിനിറ്റിൻ്റെ ഇടവേളയിലാണ് ഈ ബസ് വരുന്നതെങ്കിൽ ആ ബസ് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാകും. ആ യാത്രക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ശൗചാലയം യൂസ് ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ള അത്രയും ദൂരത്താണുള്ളത്. മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഈ ടെർമിനലും കാരേജും കടന്ന് അങ്ങോട്ടേക്കൊക്കെ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് പോവുക എന്നുള്ളതും അങ്ങേയറ്റത്തെ ദുരിതം തന്നെയാണ്. യഥാർത്ഥത്തിൽ ജീവനക്കാർക്ക് വേണ്ടി പണിത ആ ശൗചാലയമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായി നമ്മുടെ മുമ്പിലൊരു ഓപ്ഷനാണ് ഇവിടെ ഒരു പ്രേതാലയം കണക്കെ ഇല്ലെങ്കിൽ ഒരു നോക്ക് കുത്തിയായി നിൽക്കുന്ന ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. 8 വർഷം മുമ്പ് 2016 തറക്കല്ലിട്ടിട്ട് പോലും 2024 പോലും പണി പൂർത്തിയാക്കാൻ കഴിയാത്ത ഇപ്പോഴും അതേ ശോചനാവസ്ഥയിൽ കഴിയുന്ന ഒരു കെട്ടിടം. പലതവണ പല ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും പല ഫണ്ടുകളും ഇങ്ങോട്ട് എത്താതെ പോകുന്നു. പലതും അത് കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. അങ്ങനെ ഒരു തരത്തിലും പണി പൂർത്തിയാവാതെ നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ ഇങ്ങനെ 8 വർഷമായിട്ട് നീണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ നിർമ്മാണ സാമഗ്രികളടക്കം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൃത്യമായി ഇപ്പോൾ ഒരു പണിയും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൂടിയുള്ള പ്രശ്നം. ഇപ്പോൾ മന്ത്രി അടക്കം നിയമസഭയിലടക്കം പറഞ്ഞ കാര്യം പുതിയ കരാറുകാർ അല്ലെങ്കിൽ നിലവിൽ ഏറ്റെടുത്ത കരാറുകാരൻ ഇത് തന്നെ പൂർത്തിയാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണവും നിലവിൽ ഇവിടെ ഇല്ല. കാരണം ഒരു നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ നടത്തുന്നില്ല. നിലച്ച മട്ടിലാണ് ഇപ്പോഴും ഈ അവസ്ഥ നിൽക്കുന്നത്. മലപ്പുറത്ത് KSRTC സ്റ്റാൻഡിലേക്ക് എത്തുന്ന ബസ്സുകൾ കുണ്ടും കുഴിയും താണ്ടി വേണം യാർഡിലേക്ക് എത്താൻ. ആ ബസ്സിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ 100-200 മീറ്റർ കടന്ന് ജീവനക്കാരുടെ ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വരുന്ന ഒരു പ്രശ്നം. 8 വർഷമായി പണിതീരാതെ കിടക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, പൂട്ടിയിട്ടിരിക്കുന്ന ശുചിമുറികൾ, കസേരയില്ലാത്ത ആസ്പെറ്റോസ് കൊണ്ട് മൂടിയിരിക്കുന്ന പഴയ തരത്തിലുള്ള ബസ് ഡിപ്പോ. എന്താണ് മലപ്പുറത്ത് നമ്മൾ കാണുന്നത്? മലപ്പുറത്ത് വലിയ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അടിസ്ഥാനമായ യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ KSRTCക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നേർചിത്രമാണിപ്പോൾ ആഷ്കർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.